ഇനി അമേരിക്ക ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്നൊരു ചോദ്യം പോലും വർത്തമാന രാഷ്ട്രീയത്തിൽ പ്രസക്തമായിട്ട് നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് വിവേകമില്ലാതെ നെതന്യാഹു പെരുമാറുന്നു, സംസ്കാര ശൂന്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു, യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് പല യുദ്ധ രീതികളും ഇസ്രായേൽ പിന്തുടരുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നിടത്തേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ വലിയ രീതിയിലുള്ള പ്രയാസമായിട്ട് തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനില്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാവില്ല, ഞാനില്ലെങ്കിൽ നെതന്യാഹു ഉണ്ടാവില്ല. രണ്ട് വ്യത്യസ്ത സമയങ്ങളിലായി ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ പ്രസ്താവനയാണ്. ഒരിടത്ത് നെതന്യാഹു ഭ്രാന്തൻ എന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്, മറ്റൊരിടത്ത് മാനസിക നില തെറ്റിയ ഭരണാധികാരി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. കൃത്യമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പോലും പ്രയോഗിക്കാത്ത പല വാക്കുകളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രങ്ങളും രീതികളും വളരെ വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിൽ പ്രതിപാദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 3 രാജ്യങ്ങൾക്ക് പങ്കാളിത്തമുണ്ട്. ഇസ്രായേലുണ്ട്, അമേരിക്കക്കുണ്ട്, ഇറാനുണ്ട്. യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിലനിൽപ്പിൻ്റെ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത, വെറും ഒരു യുദ്ധമല്ല. ഇറാഖിനെതിരെ അമേരിക്ക നടത്തിയിരിക്കുന്ന രാഷ്ട്രീയ യുദ്ധം പോലെയല്ല ഇവിടുത്തെ യുദ്ധം. അത് മിഡിൽ ഈസ്റ്റ് അപ്പാടെ തന്നെ അമേരിക്കയോടൊപ്പം നിന്നു, 32 രാജ്യങ്ങൾ നിന്നു, യൂറോപ്പ് രാജ്യങ്ങൾ അടക്കം നിന്നു, അവരുടെ സംവിധാനങ്ങൾ സഹായിച്ചു. അങ്ങനെ നേതൃത്വപരമായിരിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഇറാഖിൽ ചെയ്തത്. ഇറാൻ്റെ രീതി എത്തിയ സമയത്ത് എല്ലാ ലോക രാജ്യങ്ങളും മാറി നിന്നു, പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾ മാറി നിന്നു. അമേരിക്കക്കെതിരെ അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞു, അത് ഉറക്കെ തന്നെ പറഞ്ഞു. രീതിക്ക് മാറ്റം വന്നു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. 2025 അതിൻ്റെ ടെസ്റ്റ് ഡോസ് തുടങ്ങി. അതിൻ്റെ ശക്തമായിരിക്കുന്ന പ്രതികരണങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പാഠം പഠിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ ഇറാൻ അത് യുദ്ധമാക്കി മാറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റും. കാര്യം ഈ ആയുധങ്ങളും സംവിധാനങ്ങളും വെടിക്കോപ്പുകളും അവരുടെ മിസൈൽ സംവിധാന സാമഗ്രികളെല്ലാം അന്നും ഉണ്ടായിരുന്നു. പക്ഷെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് അന്നത് പ്രയോഗിച്ചത്. അതിന് പ്രധാനമായിരിക്കുന്ന കാരണം ആയത്തുള്ള അലി ഖംനായി ഉണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹം ഇത്ര തുറന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അതേക്കുറിച്ച് ആലോചിക്കാൻ പോലും സൈനികർക്ക് അവസരം കൊടുത്തിട്ടില്ല എന്ന് കൂടി കൂട്ടി വായിക്കേണ്ടതാണ്. പൂർണ്ണമായിരിക്കും അദ്ദേഹത്തിന് നിയമം. അദ്ദേഹം ഏറെക്കുറെ ഒരു മിതവാദിയാണ്. അങ്ങനെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളല്ല, അങ്ങനെ ആക്രമണം നടത്തണമെന്ന് കരുതുന്ന ആളല്ല. യുദ്ധ കുറ്റവാളിയായിട്ട് പിടിക്കപ്പെടുന്ന ശത്രുപക്ഷത്തിന് പോലും കൃത്യമായിരിക്കുന്ന നീതി നടപ്പിലാക്കണം എന്ന് വാദിക്കുന്ന വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ പല ഘട്ടത്തിലും ഉക്രൈനും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1000-ലധികം സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ചെയ്തിട്ടുണ്ട്. 10,000 എന്നൊക്കെ പറയുന്നുണ്ട് ചില റിപ്പോർട്ടിൻ്റെ അകത്ത്. അവർക്ക് വലിയ രീതിയിൽ ക്രൂരമായിരിക്കുന്ന പീഡനം 2 ഭാഗത്തുനിന്നും കൊടുക്കുന്നുണ്ട്. കുടിവെള്ളം പോലും കൊടുക്കാത്ത രീതിയിലും വലിയ രീതിയിലുള്ള മാനസിക പീഡനം നടത്തുന്ന രീതിയിലും ശാരീരിക പീഡനം നിരന്തരം തുടരുന്ന രീതിയിലും റഷ്യൻ സൈനികർ അങ്ങോട്ടും ഉക്രൈൻ സൈനികർ ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ നിലപാട് അങ്ങനെയല്ല. ശത്രുവിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിരിക്കുന്ന സമാധാന രീതിയിലൂടെ, അതായത് ആക്രമണമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2025 യുദ്ധം വല്ലാത്ത രീതിയിൽ മാറിയിട്ടില്ല എന്ന് ചുരുക്കം. അത് ഖംനായി മാത്രമാണ് ആ കാര്യത്തിൽ അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ആ കാര്യം നടന്നതിന് സത്യം. 2026 ചിത്രം മാറി എന്ന് പറയുന്ന സമയത്ത് ഈ ഖംനായിയെ കൊലപ്പെടുത്തി ആദ്യം തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരം അമേരിക്ക ചെയ്തു പറ്റിച്ചു ഇസ്രായേലും. പിന്നെ തിരിച്ചടി നമുക്കറിയാവുന്നതാണ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനത്തെ ആക്രമണം 20 ബോംബ് സ്ഫോടനങ്ങളാണ് തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തി. അതിന് തിരിച്ചടി ഭയാനകരമായ രീതിയിൽ ഇറാൻ നടത്തി 21 ഇടത്തേക്ക്
സർവ്വശക്തികളും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചെങ്കിലും എല്ലാം തകർന്നുപോയി. പിന്നെയാണ് ഗൗരവകരമായിരിക്കുന്ന ഈ ചർച്ചാ സംബന്ധമായ കാര്യത്തിന് വല്ലാത്ത രീതിയിലുള്ള താല്പര്യം അമേരിക്ക കാണിച്ചത്. മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അഥവാ നമ്മൾ പറയുന്ന കാര്യം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്താൻ വേണ്ടി അനിവാര്യമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഉള്ളത്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. അതാണ് നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് മനസ്സിലാക്കുക അമേരിക്കയെക്കുറിച്ച്. ഇനി നമ്മൾ ഇറാനെക്കുറിച്ച് സംസാരിക്കാം. ഇറാൻ്റെ കഥ പറയുന്ന സമയത്ത് ഇറാൻ ഇതേ രീതിയിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. വെടികൊണ്ട സിംഹമാണ് ഇറാൻ ഇപ്പോൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്തും അവർ ചെയ്യും, എപ്പോഴും ചെയ്യും, എങ്ങനെയും ചെയ്യും. നിയന്ത്രണങ്ങൾ അറ്റുപോയിരിക്കുന്നു. ഇപ്പോൾ സൈനികർ നേരിട്ട് ഭരണം നടത്തുന്നു. സൈനികർക്ക് പ്രത്യേക ഉപദേശങ്ങളൊന്നും പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സ്വീകാര്യമല്ല. അപ്പോൾ അവരുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന യുദ്ധമാണ്. മിതവാദിത്വം ഇല്ലാതായി തീവ്ര ചിന്താഗതികൾ നേതൃത്വ പാടവത്തിലേക്ക് കയറി വന്നു. അവർ നേരിട്ട് നടത്തുന്ന യുദ്ധത്തിന് മുൻപിൽ അനുഭവിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. ലോകത്തിലെ എത്ര വലിയ സൈന്യശക്തിയുള്ള രാജ്യമാണെങ്കിലും അവർ അനുഭവിച്ചേ മതി. 18 രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭരണമാറ്റം ഉണ്ടാകുക, പുതിയ ഭരണ സംവിധാനം വരിക, അവിടേക്ക് അമേരിക്കൻ സൈനികർ കയ്യേറി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറ്റ കൈ പ്രയോഗിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. കാരണം ഭരണ സംവിധാനം താഴെ വീണാൽ അതൊരു ഇറാൻ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം വീണു എന്ന് മാത്രമല്ല, അതിൻ്റെ പരിണത ഫലങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ആകപ്പാടെയും മുസ്ലിം ലോകത്തും ഇസ്ലാമിക രാജ്യങ്ങളിലും അത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇറാൻ എന്ത് ചെയ്യുന്നു? അറ്റക്ക് എന്തും ചെയ്യും. ആ തരത്തിലാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള നിലനിൽപ്പിന് വേണ്ടി യുദ്ധമാണ്. നമ്മൾ ഇസ്രായേലിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേലും നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സാമ്രാജ്യ രൂപത്തിലേക്ക് രാജ്യത്തെ വലുപ്പത്തിലാക്കി നീട്ടിവെക്കണം. അത് മുൻപേ പറയപ്പെട്ടതാണ്. ഗ്രേറ്റർ ഇസ്രായേൽ സൃഷ്ടിക്കുക. ഗ്രേറ്റർ ഇസ്രായേൽ സൃഷ്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലെബനാനുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ആക്രമണത്തിന് പ്രതിരോധമുണ്ടാവണം, അതില്ലാതാവണം, അവരെ ഇല്ലാതാകണം. അതിനുവേണ്ടിയാണ് ലെബനാനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയ ഇറാൻ എന്ത് ചെയ്തു? കരാർ വ്യവസ്ഥയിൽ ലെബനാൻ്റെ പേര് എഴുതി ചേർത്തു. കാര്യം ലബനാനിൽ ഇസ്രായേൽ ആധിപത്യം ഉണ്ടായാൽ പിന്നീട് അവർക്ക് എല്ലാം എളുപ്പമാണ്. ഒരു ലെബനാനോ മാത്രമല്ല ഇറാൻ്റെ ലക്ഷ്യം, ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ലെബനാൻ തകർന്നു വീണാൽ, അല്ലെങ്കിൽ ലെബനാൻ ഒരു തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ പ്രതിരോധ സംവിധാനം അറ്റുപോകുന്നൊരു സ്ഥിതി ലെബനാനിൽ നിന്ന് പ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ബാക്കിയെല്ലാം വളരെ വളരെ എളുപ്പമാണ്. ബസറ വീണതോടുകൂടി ബാഗ്ദാദ് വീഴും എന്ന് അന്ന് ബുഷ് പറഞ്ഞിട്ടുണ്ട്. ബസറ വീണു, ബാഗ്ദാദും വീണു. ബാഗ്ദാദിൽ യുദ്ധം നടന്നിട്ടില്ല, യുദ്ധം നടന്നത് ബസ്രയിലാണ്. അന്നത്തെ ഇറാഖിൻ്റെ ചരിത്രം അങ്ങനെയാണ് പോയത്. അപ്പോൾ ലെബനാനിലെ സംബന്ധിച്ചിടത്തോളം ലെബനാന് ശേഷം എന്തൊക്കെയാണ് വരിക? ലെബനാൻ ശേഷം സിറിയ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്. ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യ ഉണ്ട്. സൗദി അറേബ്യയുടെ നമുക്ക് പിന്നെ പറയാം. ഇപ്പോഴത്തെ സിറിയ അമേരിക്കയുടെ ഭരണ സംവിധാനത്തിൻ്റെ പിന്നാമ്പുറമാണ്. ജോർദാൻ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. അവിടെ ഒന്നും ഒരു എതിർപ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഈജിപ്ത് അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ ഒരു പരിധിവരെ നടത്താൻ സാധിക്കും എന്നാണ് അനുമാനം. അപ്പോൾ ലെബനാന് തോറ്റാൽ പിന്നീട് രണ്ടാമത്തെ ഇറാൻ്റെ നിലപാട്. ഇറാൻ്റെ വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു കൂട്ടുന്നല്ല ഇറാൻ ചെയ്യുന്നത്. ലെബനാൻ എന്ത് ചെയ്തു? ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ പരാജയപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ പിന്മാറേണ്ടി വരും. ഇപ്പോൾ സൈനികർ 5 പ്രദേശങ്ങളിൽ, ലെബനാൻ്റെ അകത്തുള്ള ലെബനാൻ്റെ ടെറിട്ടറി ആയിരിക്കുന്ന മേഖലയിലെ 5 പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇസ്രായേലിലെ സൈന്യമുണ്ട്. അവർ പിൻവലിക്കുന്നതോട് കൂടിയിട്ട് എന്താവുന്നുണ്ട്? ലെബനാൻ ഫ്രീ ആകുന്നു. ലെബനാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇറാൻ അടങ്ങിയിരിക്കില്ല. ഇറാൻ എന്ത് ചെയ്യും? പാലസ്തീൻ വിഷയം ഉന്നയിക്കും. പാലസ്തീനിലേക്കാണ് ലെബനാനിലൂടെ ഇറാൻ നോക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ, ഇറാനൊപ്പം നിന്നിട്ടില്ലെങ്കിൽ ശേഷിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖല കൂടി തകരുമെന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇറാനുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു. അത് ബുദ്ധിപരമായ നീക്കം തന്നെയാണ്. ഭാവിയിൽ അമേരിക്കക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ഭാവിയിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുതപ്പും കിടക്കയും എടുത്ത്
നാട് വിടേണ്ടി വരും, രായ്ക്ക് രാമായണം പുയ കടന്ന് പോകേണ്ട ഒരു സ്ഥിതി വരും ഈ വരാൻ പോകുന്ന നാളുകളിൽ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാര്യം ഈ മേഖലയൊക്കെ അപ്പാടെ വീണുടങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള കംപ്ലീറ്റ് തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പരീക്ഷണങ്ങളും അമേരിക്കയുടെ സൈനിക മേഖലയ്ക്ക് നേരെ നടത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കാര്യം ഇറാൻ നീട്ടിയെറിയുകയാണ്. ഇറാൻ വെറുതെ അടങ്ങി നിൽക്കുന്നതല്ല. ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കരാർ വ്യവസ്ഥ എപ്പോഴാണ് ലംഘിക്കപ്പെടുന്നത്? അമേരിക്ക ലംഘിച്ചാൽ അതിന് പിറ്റേ ദിവസം തങ്ങൾ ലംഘിക്കുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എന്നല്ല, തൊട്ടടുത്ത സമയമെന്നാണ്. ഏത് കരാർ വ്യവസ്ഥയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന സമയത്ത് മാത്രമേ നിലനിൽക്കൂ. ഒരാൾ അതിൽ നിന്ന് ലംഘിച്ചാൽ അത് ഇതിനു മുമ്പ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ ഇറാൻ ഉണ്ടായിരുന്നു, അതിൽ അമേരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ട്രംപ് 2016 കാലത്ത് അധികാരത്തിൽ വന്ന സമയത്ത് ട്രംപ് മാത്രം, അതിൽ റഷ്യ ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു, ഇറാൻ ഉണ്ടായിരുന്നു, പിന്നെ മറ്റു രാജ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 5-6 രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു? ട്രംപ് പിന്മാറി. 2016 അദ്ദേഹം ഭരണത്തിൽ ഫസ്റ്റിൽ വന്ന സമയത്ത് ട്രംപ് ഭരണത്തിൽ കരാറിൽ പിന്മാറിയതോടുകൂടി ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഫ്രീ ആയി. അപ്പോൾ ഒരാൾ പിന്മാറാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇറാൻ ബുദ്ധി പ്രയോഗിച്ചു, അവർ ആണവായുധം വികസിപ്പിച്ചു. അങ്ങനെ അവർ 60% എത്തി എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിക്കാത്തത്, നീണ്ടു പോകുന്നത്. ഇറാൻ 2 രാജ്യങ്ങളെയും ഒറ്റയടിക്ക് ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവർ വെട്ടിക്കൊണ്ട സിംഹമാണ്. അവരെന്ത് ചെയ്യും? അവർക്ക് മുമ്പിൽ കീഴടങ്ങാതെ, അതായത് മാന്യമായ രീതിയിൽ തോൽവി സമ്മതിക്കാതെ ഒരിക്കൽ പോലും ഇസ്രായേലും അമേരിക്കയും രക്ഷപ്പെടുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.